ഹായ് എല്ലാവർക്കും ഗ്ലോ അപ്പ് വിത്ത് സാൻഡി യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നത് ഹെയർ കെയറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ സ്കാൽപ്പിൽ ഇത് ഹെയർ സ്പ്രേ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇതിൽ ഹെയർ സ്പ്രേയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നതെന്ന് വെച്ചാൽ കുതിർത്ത ഉലുവ വെള്ളം, പിന്നെ കഞ്ഞിവെള്ളം കുറച്ച്, പിന്നെ കുറച്ച് കറിവേപ്പിലയുടെ ജ്യൂസ് 2 സ്പൂൺ അത്ര, പിന്നെ ആര്യവേപ്പില അതും തിളച്ച വെള്ളം. അതായത് ആര്യവേപ്പിലയും ഉലുവയും നന്നായി തിളപ്പിച്ചെടുക്കുക. അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പില ആഡ് ചെയ്തിട്ട് നന്നായി തിളപ്പിക്കുക. പാത്രത്തിലെടുത്തിട്ട് അത് 1.5 ഗ്ലാസ് അത് ഒരു 1/2 ഗ്ലാസ് വരുന്ന അത്ര നന്നായി തിളപ്പിച്ച് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഇങ്ങനെ സെക്ഷൻ വൈസ് എടുത്തിട്ട് ഇങ്ങനെ ഞാൻ എപ്പോഴും കാണിക്കണ പോലെ തന്നെ സെക്ഷൻ വൈസ് എടുത്തിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഗ്യാപ്പ് ഉള്ളവിടെയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് മസാജ് ചെയ്തിട്ടാണ് വിടുക. പിന്നെ ഞാനിവിടെ എൻ്റെ മുടിക്ക് നല്ല മുടി കൊഴിച്ചിലുള്ളതുകൊണ്ട് തന്നെ ഞാനൊന്ന് മുടി വെട്ടിയിട്ടുണ്ട്. ആ ഒരു മുടിക്കൊന്നും ഭംഗിയില്ലാത്തതുപോലെ, ഒരു ആരോഗ്യം ഇല്ലാത്തതുപോലെ തോന്നി. അതുകൊണ്ട് മുടിയൊന്ന് വെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഹെയർ കെയർ ചാലഞ്ച്, അതായത് 90 ഡേയ്സ് ഹെയർ കെയർ ചാലഞ്ച് ഞങ്ങൾ തുടരുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഈ സ്പ്രേ ഒക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. ഉപയോഗിച്ച് നന്നായി മസാജ് ചെയ്യുക, സർക്കുലർ മോഷനിൽ ഇങ്ങനെ മസാജ് ചെയ്ത് വിടുക. ബാക്കിലോട്ടും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇങ്ങനെ ലൈറ്റ് പ്രഷർ മാത്രം മതിയാവും. ഇങ്ങനെ ജസ്റ്റ് ആ ഒരു ഫിംഗർ ടിപ്സിൻ്റെ ഒരു പ്രഷർ ജസ്റ്റ് ഇങ്ങനെ അമർത്തേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്യുക. ഇങ്ങനെ സ്കാൽപ്പിൽ കൈ ഒട്ടിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഒരേ ടൈമിൽ നിങ്ങൾക്ക് ഇൻവേർഷൻ മെത്തേഡും ചെയ്യാം, ഇങ്ങനെ സ്ട്രെയിറ്റായി നിന്നിട്ടും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ 5 മിനിറ്റോളം ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ സ്പ്രേ ഒന്ന് ഇവിടെയൊക്കെ ഗ്യാപ്പുള്ളവിടെ മുടിയൊക്കെ പോയെടുത്തവിടെയൊക്കെ നന്നായി മസാജ് ചെയ്ത് വിടേണ്ടതുണ്ട്. പിന്നെ നിങ്ങൾക്ക് ആൽമണ്ട് ഓയിലോ ഇല്ലെങ്കിൽ കാസ്റ്റർ ഓയിലോ ഇല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ ഇവിടെ മുടി ഇല്ലാത്ത ഭാഗത്തൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഈ വിരൽ കൊണ്ടിങ്ങനെ സർക്കുലർ മോഷനിൽ ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ട് വരേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ബേബി ഹെയർസൊക്കെ വരും. ആദ്യമേ ഹെയർ പാക്കൊക്കെ ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് മാറ്റങ്ങൾ എൻ്റെ മുടിയിൽ കുറച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറച്ച്, അതായത് ഇവിടെ മഴക്കാലം ആയതുകൊണ്ട് ആണ്, പിന്നെ എൻ്റെ മുടിക്ക് ഒന്നും ആരോഗ്യമില്ലാത്തതുപോലെ തോന്നി. അതുകൊണ്ടാണ് വെട്ടിക്കളഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കൊന്നും തോന്നരുത്. അതായത് ഞാൻ ഇനിയും ഹെയർ കെയർ ചെയ്തിട്ട് ഫൈനലായിട്ട് ഞാൻ റിസൾട്ട് കാണിക്കുന്നതാണ്. 90 ഡേയ്സിൻ്റെ ഒരു ഹെയർ കെയർ. അപ്പോൾ ഈ ഒരു സെപ്റ്റംബർ വന്ന് ഇനി ഒരു വർഷമാവും അല്ലേ ഞങ്ങളുടെ ഒരു ചാലഞ്ചൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇടയ്ക്കിടയ്ക്ക് പല പ്രോബ്ലംസും വന്നു, അതുകൊണ്ടാണ് ഹെയർ കെയർ ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഇതിൽ
ഞാൻ നിങ്ങളുടെയൊക്കെ ഡൗട്ട്സ് ക്ലിയറാക്കി എന്നാണ് വിശ്വസിക്കുന്നത്. എല്ലാവരും ഹെയർ കെയർ ചെയ്ത് നോക്കുക, നിങ്ങളുടെ മുടി സംരക്ഷിച്ച് വയ്ക്കുക. ഓക്കെ, എപ്പോഴും വെള്ളം കുടിക്കാൻ മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ മസാജ്, അതായത് ഹെയർ ടോണിക്കൊക്കെ ഇട്ടിട്ട് മസാജ് ചെയ്ത് വിടേണ്ടതാണ്. പിന്നെ രാത്രി, പിന്നെ ഒരിക്കലും രാവിലെ ഈ ഒരു മുടിയുടെ ഇങ്ങനെ ജസ്റ്റ് മിഡിൽ ഭാഗം മാത്രം എൻഡ് വരെ ജസ്റ്റ് ഇങ്ങനെ കയ്യിൽ കുറച്ച് എണ്ണ ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ അതൊരു മോയ്സ്ചറൈസർ പോലെ നിങ്ങളിങ്ങനെ വെച്ച് കൊടുക്കുക. അതായത് നമ്മൾ ചർമ്മത്തിൽ വെക്കാറുണ്ടല്ലോ ഒരു ഫേസ് ക്രീം ആവട്ടെ, മോയ്സ്ചറൈസർ ആവട്ടെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒന്ന് വെച്ച് കൊടുക്കേണ്ടതുണ്ട്. ജസ്റ്റ് ഇങ്ങനെ പിന്നെ ടാപ്പ് ചെയ്യുക. പിന്നെ സ്പ്ലിറ്റ് എൻഡ്സൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, എൻ്റെ മുടിയിൽ നിന്ന് മാറ്റിയിട്ടാണ് ഒന്ന് വെട്ടിക്കളഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു ഹെയർ കെയറൊക്കെ തുടരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മുടിയിൽ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ അടുത്ത വീഡിയോസൊക്കെ എന്തൊക്കെ വേണമെന്നുണ്ടെന്ന് കമ്മ്യൂണിറ്റി ടാബിൽ അറിയിക്കേണ്ടതാണ്. പിന്നെ കമൻറ്റ്സിലും നിങ്ങൾക്ക് ഡ്രോപ്പ് ഇൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹെയർ കെയർ സീരീസ് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഹെയർ ഓയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കുക. പിന്നെ ആ ഒരു ഹെയർ ഓയിൽ നിങ്ങളുടെ മുടിയുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ ഇത് വളരെയേറെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു എണ്ണയാണ്. ഓക്കെ, പിന്നെ അന്ന് പറയാനുള്ളത്, എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരെല്ലാവരും കാണുക. പിന്നെ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. പിന്നെ ഈ വീഡിയോ, ഈ ഒരു ഹെയർ കെയർ സീരീസൊക്കെ നിങ്ങൾ മറക്കാണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.